ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി PSC ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ, തുരുതുരാ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എനിക്കിങ്ങനെ ക്ലാസ് ചെയ്യാൻ തോന്നുകയാണ്. കുറച്ച് ദിവസമായിട്ട് ഇവിടെ വീട്ടില് പനിയും അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ആയതുകൊണ്ട് ക്ലാസ് വളരെ കുറച്ച് അതായത് ലാഗ് വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. പക്ഷെ നമ്മളെ ആളുകൾ സബ്സ്ക്രിപ്ഷൻ ഇങ്ങനെ കൂടി വരുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും അല്ലേ, നമുക്കൊരു മോട്ടിവേഷൻ ആണല്ലേ ആക്ച്വലി. അപ്പൊ അതുകൊണ്ട് ഇന്ന് എനിക്ക് കുറച്ച് ബെറ്റർ ആയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും 1-2 ക്ലാസ് എങ്കിലും അപ്ലോഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ വീണ്ടും ഒരു ക്ലാസ്സും കൂടി ഇന്ന് ചെയ്യാണ്. നമ്മൾ ഒറ്റപ്പദം ഒരു ക്ലാസ്സേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. 30 വേർഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇന്ന് നമ്മൾ 31ാമത്തെ ആണ് പഠിക്കാൻ പോകുന്നത്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത് കൂടുതൽ തവണ റിപ്പീറ്റ് അടിച്ച് കേൾക്കുകയാണ് വേണ്ടത്. ഒരു തവണ തന്നെ കുത്തിയിരുന്ന് ഒരുപാട് പഠിക്കണേക്കാ ഇതിങ്ങനെ വീണ്ടും വീണ്ടും പഠിക്കുക. അപ്പോഴാണ് നമുക്കത് മെമ്മറിയിൽ അങ്ങനെ സ്റ്റോർ ആവുള്ളൂ. അപ്പൊ സ്പീഡ് വേണ്ടവര് സ്പീഡ് കൂട്ടിയിട്ട് കാണുക കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ ഒറ്റപ്പദം ഏതാണ്? സ്ത്രീകളെ ദുഷിപ്പിക്കുന്നവൻ. സ്ത്രീകളെ ദുഷിപ്പിക്കുന്നവൻ എന്താ പറയാ? സ്ത്രീകളെ ദുഷിപ്പിക്കുന്നവൻ ദർശകനാണ് കേട്ടോ. ദർശകൻ. സ്ത്രീകളെ ദുഷിപ്പിക്കുന്നവൻ ദർശകൻ. നെക്സ്റ്റ്, നയം അറിയുന്നവൻ എന്തായിരിക്കും? നയം അറിയുന്നവൻ. നയം അറിയുന്നവൻ എന്താണ്? നയജ്ഞൻ ആണല്ലോ. നയം അറിയുന്നവൻ നയജ്ഞൻ. ക്ലിയർ. നയം അറിയുന്നവൻ നയജ്ഞൻ. നെക്സ്റ്റ്, ഉയർച്ച ആഗ്രഹിക്കുന്നവൻ ആരായിരിക്കും? ഉയർച്ച ആഗ്രഹിക്കുന്നവൻ. ഉയർച്ച ആഗ്രഹിക്കുന്നവനെ നമ്മൾ എന്താ പറയാ? ഉൽക്കർഷേച്ചു എന്നാണ് കേട്ടോ പറയാ. എന്താണ്? അതെന്ത് സാധനാണെന്ന് തോന്നുന്നുണ്ടോ? ഉൽക്കർഷേച്ചു. ഉൽക്കർഷേച്ചു. ഇയാളാണ് ഉയർച്ച ആഗ്രഹിക്കുന്ന ആളെന്ന് മനസ്സിലാക്കി വെക്കുക. അതൊക്കെ കിട്ടുണ്ടാവും അല്ലെ. സിദ്ധാന്തം ആവിഷ്കരിക്കുന്നവൻ അയാൾ എന്താ പറയാ? സിദ്ധാന്തം ആവിഷ്കരിക്കുന്നവൻ. ആരാടോ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നവൻ? പറഞ്ഞു നോക്ക. സൈദ്ധാന്തികൻ. എന്താണ്? സൈദ്ധാന്തികൻ. ഇയാളാണ് കേട്ടോ സിദ്ധാന്തം ആവിഷ്കരിക്കുന്ന ആള്. സിദ്ധാന്തം ആവിഷ്കരിക്കുന്നവൻ സൈദ്ധാന്തികൻ. ഓക്കെ. ഹിതം ആഗ്രഹിക്കുന്നവൻ. ഹിതം ആഗ്രഹിക്കുന്നവൻ ആരായിരിക്കും? ഹിതം ആഗ്രഹിക്കുന്നവൻ ഹിതേച്ചു. ഹിതേച്ചു. ഹിതം ആഗ്രഹിക്കുന്നവൻ ഹിതേച്ചു. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് 36ാമത്തെ വാക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. ചാബല്യം കാണിക്കുന്നവൻ. ചാബല്യം കാണിക്കുന്നവൻ ആരാണ്? ചാബല്യം കാണിക്കുന്നവൻ. പറയൂ. ചാബല്യം കാണിക്കുന്നവന്റെ ഒറ്റപ്പദം എന്താണ്? ചപലൻ. ചാബല്യം കാണിക്കുന്നവൻ ചപലൻ. ക്ലിയർ ആവുന്നുണ്ടല്ലോ. കമലത്തിൽ ജനിച്ചവൻ ആരാണ്? ആക്ച്വലി കമലത്തിൽ ജനിച്ചവൻ. കമലത്തിൽ ജനിച്ചവനെ നമ്മൾ എന്ത് പറയും? കമലജൻ എന്ന് പറയും കേട്ടോ. കമലത്തിൽ ജനിച്ചവൻ ആരാണ്? കമലജനാണ്. ഓക്കെ. കാണപ്പെടാത്തതിൽ വിശ്വാസമില്ലാത്തവൻ. കാണപ്പെടാത്തതിൽ. കാണപ്പെടാത്തതിൽ വിശ്വാസം ഇല്ലാത്തവൻ. കാണപ്പെടാത്തതിൽ വിശ്വാസമില്ലാത്തവൻ. അയാൾ എന്താ പറയാ? നാസ്തികൻ എന്നാണ് കേട്ടോ പറയാ. നാസ്തികൻ. അപ്പൊ നോക്കൂ, നമ്മൾ 38 പഠിച്ചു. സ്ത്രീകളെ ദുഷിപ്പിക്കുന്നവൻ ദർശകൻ. നയമറിയുന്നവൻ നയജ്ഞൻ. ഉയർച്ച ആഗ്രഹിക്കുന്നവൻ ഉൽക്കർഷേച്ചു. സിദ്ധാന്തം ആവിഷ്കരിക്കുന്നവൻ സൈദ്ധാന്തികൻ. ഹിതം ആഗ്രഹിക്കുന്നവൻ ഹിതേച്ചു. ചാബല്യം കാണിക്കുന്നവൻ ചപലൻ. കമലത്തിൽ ജനിച്ചവൻ കമലജൻ. കാണപ്പെടാത്തതിൽ വിശ്വാസമില്ലാത്തവനെ നമ്മൾ നാസ്തികൻ എന്നാണ് പറയാ. ഓക്കെ. അപ്പൊ അത്രയും വാക്കുകൾ നമ്മൾ പഠിച്ചില്ലേ? നോക്കൂ, നിങ്ങൾ എത്ര വാക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളതെന്ന് അറിയോ? മലയാളത്തിന്റെ ഓരോന്നെടുത്ത് നോക്കുമ്പോഴും നിങ്ങൾക്ക് അത് മനസ്സിലാവും.
നമ്മൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ക്ലാസ്സുകളും അത്യാവശ്യം നമ്മൾ എടുത്തിട്ടുണ്ട് മലയാളത്തിൽ നിന്ന്. ഇത് നമ്മുടെ 4ാമത്തെ ടോപ്പിക് എങ്ങാണ്ടാണ്. അപ്പൊ നിങ്ങൾ നന്നായി പഠിക്കണം കേട്ടോ. അടുത്തത് 39ാമത്തെ വാക്ക്. സഹോദരൻ എന്താ പറയാ? പിതൃസഹോദരൻ. പിതൃസഹോദരന് നിങ്ങൾ എന്താ പറയാ? താതകു എന്നാണ് കേട്ടോ പറയാ. താതകു. പിതൃസഹോദരൻ എന്താണ്? താതകു. പഠിച്ചു വെക്കണം കേട്ടോ. പിതൃസഹോദരൻ താതകു. പശ്ചാത്തപിക്കുന്ന ആളെ എന്ത് പറയും? പശ്ചാത്തപിക്കുന്ന ആൾ എന്താണ്? അനുതാപി എന്നാണ് പറയാ. അനുതാപി. പശ്ചാത്തപിക്കുന്ന ആളെ നമ്മൾ എന്ത് പറയും? അനുതാപി. പിതാവിനെ വധിക്കുന്ന ആൾ ആരായിരിക്കും? പിതാവിനെ വധിക്കുന്ന ആളെ നമ്മൾ എന്ത് പറയും? പിതൃഘാതി എന്നാണ് കേട്ടോ പറയാ. പിതൃഘാതി. പിതാവിനെ വധിക്കുന്ന ആളെ പിതൃഘാതി എന്നാണ് പറയാ. ആവർത്തിച്ചു പറയുന്നവൻ. ആവർത്തിച്ചു പറയുന്നവൻ എന്താ പറയാ? നമ്മളെ PSCക്കാർക്കൊക്കെ ആവർത്തിച്ച് പറയലാണ് അല്ലെ. അനുഘാതി എന്നാണ് കേട്ടോ പറയാ. ആവർത്തിച്ചു പറയുന്നവൻ അനുഘാതി. കൃതജ്ഞത ഇല്ലാത്തവൻ. ഓക്കെ. കൃതജ്ഞത ഇല്ലാത്തവൻ എന്താ പറയാ? കൃതജ്ഞൻ എന്നാണ് കേട്ടോ പറയാ. കൃതജ്ഞൻ. ഓക്കെ. കൃതജ്ഞത ഇല്ലാത്തവൻ. ദിവസം തോറും. അടുത്തത് 44. ദിവസം തോറും എന്നുള്ളതിന് എന്താ? ഒറ്റവാക്ക്. അന്വഹം എന്നാണ് കേട്ടോ ഒറ്റവാക്ക്. അന്വഹം. ദിവസം തോറും. അന്വഹം. പഠിച്ചു വെക്കേട്ടാ. ദിവസം തോറും എന്താണ്? അന്വഹം. ദിവസം തോറും എന്ന് പറഞ്ഞാല് അന്വഹം. നെക്സ്റ്റ്, വണ്ടിയെ സംബന്ധിച്ചത്. വണ്ടിയെ സംബന്ധിച്ചത് എന്നുള്ളതിന്റെ ഒറ്റപ്പദം ഏതാണ്? ശാകടീന എന്നാണ് കേട്ടോ. വണ്ടിയെ സംബന്ധിച്ചത് ശാകടീന. നെക്സ്റ്റ്, മഴയില്ലാത്ത അവസ്ഥ. എന്താണ്? മഴയില്ലാത്ത അവസ്ഥ. ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. മഴയില്ലാത്ത അവസ്ഥേനെയാണ് ചോദിച്ചത്. എന്താണ്? അനാവൃഷ്ടി എന്നാണ് കേട്ടോ പറയാ. മഴയില്ലാത്ത അവസ്ഥ, അനാവൃഷ്ടി. ക്ലിയർ? പരസ്പരം പൊരുത്തമുള്ള അവസ്ഥ. ആലോചിച്ച് നോക്കൂ. പരസ്പരം പൊരുത്തമുള്ള അവസ്ഥ. അതിനെന്താ പറയാ? പരസ്പരം പൊരുത്തമുള്ള അവസ്ഥേനെ സാമഞ്ജസ്യം എന്നാണ് കേട്ടോ. സാമഞ്ജസ്യം എന്നാണ് പറയാ. പരസ്പരം പൊരുത്തമുള്ള അവസ്ഥ. അപ്പൊ നോക്കൂ, പിതൃസഹോദരനെ തഥാഗു എന്ന് പറയും. പശ്ചാത്തപിക്കുന്ന ആള് അനുതാപി. പിതാവിനെ വധിക്കുന്ന ആൾ പിതൃഘാതി. ആവർത്തിച്ചു പറയുന്നവൻ അനുഘാതി. കൃതജ്ഞത ഇല്ലാത്തവൻ കൃതജ്ഞൻ. ദിവസം തോറും അന്വഹം. വണ്ടിയെ സംബന്ധിച്ചത് ശാകടീന. മഴയില്ലാത്ത അവസ്ഥ അനാവൃഷ്ടി. പരസ്പരം പൊരുത്തമുള്ള അവസ്ഥ സാമഞ്ജസ്യം. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പൊ നമ്മൾ 47 വേർഡ്സ് ഡിസ്കസ് ചെയ്തു. കുറച്ചും കൂടി പറയാം അല്ലെ. കേൾക്കാത്തതുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പറഞ്ഞ് ഒന്ന് ഉറപ്പിക്കുക കേട്ടാ. ഓക്കെ. നെക്സ്റ്റ് 89. 89 എന്നുള്ള സംഖ്യക്ക് എന്താ പറയാന്ന്? 89 എന്താ പറയാ? 89ന് നവശീതി എന്നാണ് പറയാ. പഠിക്കണം കേട്ടോ. 89 നവശീതി.
ഓക്കെ, ക്ലിയർ അല്ലേ? പാദങ്ങൾ കൊണ്ട് ഗമിക്കുന്നത് എന്താണ്? പാദങ്ങൾ കൊണ്ട് ഗമിക്കുന്നത് എന്താ പറയാ? പാദങ്ങൾ കൊണ്ട് ഗമിക്കുന്നത്. അതിന്റെ ഒറ്റപ്പദം പന്നകം. ഓക്കെ, 50. നമ്മൾ ഹാഫ് സെഞ്ചുറിയിലേക്കാണ് പോണ്. ഒപ്പിന് പകരം ഇടുന്ന വര പഠിച്ചു വെക്കുക. ഒപ്പിന് പകരം ഇടുന്ന വര എന്താ പറയാ? ഒപ്പിന് പകരം ഇടുന്ന വര അറിയോ? അറിയുണ്ടാവും പലർക്കും അല്ലെ. കൈക്കീർ എന്നാണ് പറയുക. ഒപ്പിന് പകരം ഇടുന്ന വര കൈക്കീർ. നെക്സ്റ്റ്, ഗാനം ചെയ്യാവുന്നത്. ഗാനം ചെയ്യാവുന്നത് എന്താണ്? ഗേയമാണ് കേട്ടോ. ഗാനം ചെയ്യാവുന്നത് എന്താണ്? ഗേയമാണ്. ക്ലിയർ? ഗാനം ചെയ്യാവുന്നത് ഗേയം. നെക്സ്റ്റ്, നരകത്തിലെ നഗരം എന്നൊക്കെയാ പറയുന്നത്. നരകത്തിലെ നദി. നരകത്തിലെ നദി ഏതാടോ? നരകത്തിലെ നദിയാണ് വൈതരണി. വൈതരണിയാണ് കേട്ടോ നരകത്തിലെ നദി. ഓക്കെ, അപ്പൊ നരകത്തിലും നദിയുണ്ട്. പഠിക്കത്തക്കത്. പഠിക്കത്തക്കത് അതായത് പഠിക്കാൻ പറ്റുന്നത്. അതിനെന്താ പറയാ? പഠനീയം. നെക്സ്റ്റ്, ഇല മാത്രം ഭക്ഷിക്കൽ. എന്താണ്? ഇല മാത്രം ഭക്ഷിക്കൽ. അതിനെന്താ പറയാ? ഇല മാത്രം ഭക്ഷിക്കുകയാണെങ്കിൽ അതിനെന്താ ഒറ്റപ്പദം പറയാ? ഇല മാത്രം ഭക്ഷിക്കൽ പർണാശനം എന്നാണ് കേട്ടോ പറയാ. പർണാശനം. ഇല മാത്രം ഭക്ഷിക്കൽ പർണാശനം. മാന്ത്രിക യന്ത്രത്തിലുള്ള വിശ്വാസം. എന്താണ്? മാന്ത്രിക യന്ത്രത്തിലുള്ള വിശ്വാസം. മാന്ത്രിക യന്ത്രത്തിലുള്ള വിശ്വാസം. അതിനെന്താ പറയാ? ചക്രാശയം എന്നാണ് പറയാ. എന്താണ്? ചക്രാശയം എന്നാണ് മാന്ത്രിക യന്ത്രത്തിലുള്ള വിശ്വാസത്തിനെ പറയുന്നത്. 56-മത്തത്, വിളമ്പുന്നതിൽ കാണിക്കുന്ന പക്ഷഭേദം. എന്താണ്? വിളമ്പുന്നതിൽ കാണിക്കുന്ന പക്ഷഭേദം. അതിനെന്താ പറയാ? വിളമ്പുന്നതിൽ കാണിക്കുന്ന പക്ഷഭേദം പന്തിഭേദം എന്നാണ് അതിന് പറയട്ടാ. പന്തിഭേദം. അപ്പൊ നോക്കൂ, 56. 89, നവശീതി. പാദങ്ങൾ കൊണ്ട് ഗമിക്കുന്നത് പന്നകം. ഒപ്പിന് പകരമിടുന്ന വര കൈക്കീർ. ഗാനം ചെയ്യാവുന്നത് ഗേയം. നരകത്തിലെ നദി വൈതരണി. പഠിക്കത്തക്കത് പഠനീയം. ഇലമാത്രം ഭക്ഷിക്കൽ പർണാശനം. മാന്ത്രിക യന്ത്രത്തിലുള്ള വിശ്വാസത്തിന് ചക്രാശയം എന്ന് പറയും. വിളമ്പുന്നതിൽ കാണിക്കുന്ന പക്ഷഭേദത്തിന് എന്ത് പറയും? പന്തിഭേദം എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ 56 പഠിച്ചു. ഒരു 10 കൂടി പറഞ്ഞാലോ? ഇതിങ്ങനെ കേട്ടിരിക്കല്ലേ വേണ്ടു. കേൾക്കുക, അതിന്റെ ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കുക. കേൾക്കുക, ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കുക. ഒരു തവണ കേട്ട് കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് അടിച്ച് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കഴിഞ്ഞില്ലേ? പിന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഇത് പകർത്തിയെടുക്കലും പണിയൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നല്ല എളുപ്പല്ലേ? ഓക്കെ, നെക്സ്റ്റ് 57-മത്തെ വാക്കിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്ന. അന്യന്റെ ഉയർച്ചയിൽ ഉണ്ടാകുന്ന അസഹിഷ്ണുത. അതിനെന്താടോ പറയാ? അന്യന്റെ ഉയർച്ചയിൽ ഉണ്ടാകുന്ന അസഹിഷ്ണുത. എന്താ ഇതിന് പറയാ? ഈർഷ്യ എന്നാണ് കേട്ടോ പറയാ. ഈർഷ്യ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതാണോന്ന് കൺഫ്യൂഷൻ വരാൻ പാടില്ല. അന്യന്റെ ഉയർച്ചയിൽ ഉണ്ടാകുന്ന അസഹിഷ്ണുതേനെ ഈർഷ്യ എന്നാണ് പറയാ. നെക്സ്റ്റ്, ആരംഭിച്ചിടത്തു തന്നെ വീണ്ടും എത്തി നിൽക്കുക. വീണ്ടും എത്തിച്ചേരുന്ന വാദം. അതായത് ആരംഭിച്ചിടത്ത് തന്നെ വീണ്ടും എത്തിച്ചേരുന്ന വാദത്തിന് എന്താ പറയാ? ചക്രകം എന്നാണ് പറയാ. എന്താണ്? ചക്രകം. ക്ലിയർ? നെക്സ്റ്റ്, കാവ്യത്തിന് വിഷയമായത്. എന്താണ് കാവ്യത്തിന് വിഷയമായത്? കാവ്യത്തിന് വിഷയമായത്
എന്താടോ? ആലോചിച്ച് നോക്കൂ. കവന വിഷയം. ക്ലിയർ. കവന വിഷയം എന്നാണ്. കാവ്യത്തിന് വിഷയമായതിനെ നമ്മൾ എന്താ പറയാ? കവന വിഷയം. നെക്സ്റ്റ്, വിജയത്തെ ഘോഷിക്കുന്ന യാത്ര. എന്താണ്? വിജയത്തെ ഘോഷിക്കുന്ന യാത്ര. വിജയത്തെ ഘോഷിക്കുന്ന യാത്ര എന്താണടോ? ജൈത്രയാത്രയാണ്. വിജയത്തെ ഘോഷിക്കുന്ന യാത്ര ജൈത്രയാത്ര. ഓക്കെ, നെക്സ്റ്റ്, ദശരഥന്റെ പുത്രൻ. എന്താണ് ദശരഥന്റെ പുത്രൻ പറയുന്ന വാക്ക്? ദാശരഥി എന്നാണ് ദശരഥന്റെ പുത്രന് പറയട്ട. എന്താണ്? ദാശരഥി. അങ്ങനെയാണെങ്കിൽ വീരസേനന്റെ പുത്രൻ ആരാണ്? വീരസേനന്റെ പുത്രൻ പറഞ്ഞു നോക്കൂ. വീരസേനന്റെ പുത്രനാണ് വൈരസേനി. ക്ലിയർ? വൈരസേനി. എളുപ്പമുണ്ടല്ലേ അതൊക്കെ പഠിക്കാൻ? എന്നാൽ വിനതയുടെ പുത്രനോ? വിനതയുടെ പുത്രനെ നമ്മൾക്ക് എന്ത് വിളിക്കാം? വൈനതേയൻ എന്ന് വിളിക്കാം. സോറി, തെറ്റിപ്പോയി. എന്താണ്? വൈനതേയൻ. ഓക്കെ, വൈനതേയൻ. ക്ലിയർ ആണല്ലോ? എന്നാൽ ഭീമന്റെ പുത്രിയാണെങ്കിലോ? ഭീമന്റെ പുത്രി. ഭീമന്റെ പുത്രീനെ നമ്മൾ എന്താ പറയാ? ഭൈമി എന്നാണ് കേട്ടോ പറയാ. ഭീമന്റെ പുത്രിയാണ് ഭൈമി. നോക്കൂ, അന്യന്റെ ഉയർച്ചയിൽ ഉണ്ടാകുന്ന അസഹിഷ്ണുത, ഈർഷ്യ, ആരംഭിച്ചെടുത്തു തന്നെ എത്തിച്ചേരുന്ന വാദം ചക്രകം, കാവ്യത്തിന് വിഷയമായത് കവന വിഷയം, വിജയത്തെ ഘോഷിക്കുന്ന യാത്ര ജൈത്രയാത്ര, ദശരഥന്റെ പുത്രൻ ദാശരഥി, വീരസേനന്റെ പുത്രൻ വൈരസേനി, വിനതയുടെ പുത്രൻ വൈനതേയൻ, ഭീമന്റെ പുത്രി ഭൈമി. അത്രയും ഭാഗം ക്ലിയർ ആയില്ലേ? ഒരു 10 കൂടി. ഇങ്ങനെ നീണ്ടു പോവുകയാണോ എന്നൊന്നും ചോദിക്കേണ്ട. നമുക്ക് മാക്സിമം, കാരണം ഈ ഒരു ഭാഗത്തുനിന്നൊക്കെ ഒരുപാട് നമുക്ക് പഠിച്ചു വെക്കാനുണ്ട്. അപ്പൊ നമ്മൾ പറ്റുന്നിടത്തോളം ചെയ്യാല്ലേ. എത്ര വേണമെങ്കിലും ചെയ്യാം, പക്ഷെ ക്ലാസ് ഇങ്ങനെ ചെയ്യണ്ടേ. അപ്പൊ നമുക്ക് പറ്റുന്ന അത്രയും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കൂടുതൽ ഇനി എവിടെന്നാ കിട്ടാന്ന് എനിക്കറിയില്ല. കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളത് പകർത്തി വെക്കുക കേട്ടാ. 65. ജനകന്റെ പുത്രി എന്താ? ജനകന്റെ പുത്രി അറിയാം അല്ലെ? ജനകന്റെ പുത്രിയാണ് നമ്മളുടെ ജാനകി. ക്ലിയർ? ജനകന്റെ പുത്രി ജാനകി. അങ്ങനെയാണെങ്കിൽ സത്യന്റെ പുത്രനോ? കുറെ പുത്രന്മാരും പുത്രിമാരൊക്കെ പഠിക്കുന്നുണ്ട്. സാത്യകി. ഓക്കെ, നെക്സ്റ്റ്, ദ്രൗപദിയുടെ മകനോ? ദ്രൗപദിയുടെ മകൻ എന്താ പറയാ? ദ്രൗപദേയൻ. ദ്രൗപദേയൻ. ക്ലിയർ? ദ്രൗപദേയൻ. നെക്സ്റ്റ്, ദ്രുപദന്റെ പുത്രി. ദ്രുപദന്റെ പുത്രി ആരാടോ? ദ്രുപദന്റെ പുത്രി ദ്രൗപദിയാണ്. ദ്രൗപദി. ഓക്കെ, നെക്സ്റ്റ്, ദീനന്റെ ഭാവം. ദീനന്റെ ഭാവം എന്താണ്? ദീനന്റെ ഭാവമാണ് ധൈന്യം. ഓക്കെ, നെക്സ്റ്റ്, മുൻകൂറായി കെട്ടിവെക്കുന്ന പണം. എന്താണ്? മുൻകൂറായി കെട്ടിവെക്കുന്ന പണം. മുൻകൂറായി കെട്ടിവെക്കുന്ന പണത്തിന് നമ്മൾ എന്താ പറയാ? നിരത ദ്രവ്യം എന്നാണ് കേട്ടോ പറയാ. നിരത ദ്രവ്യം. മുൻകൂറായിട്ട് കെട്ടിവെക്കുന്ന പണം. നെക്സ്റ്റ്, 71. മറ്റൊരാളുടെ അഭിപ്രായത്തിലുള്ള വിശ്വാസം. മറ്റൊരാളുടെ അഭിപ്രായത്തിലുള്ള വിശ്വാസം. അതിനെന്താ പറയാ? പരപ്രത്യയം എന്നാണ് പറയാ. എന്താണ്? പരപ്രത്യയം. അപ്പൊ നോക്കുക, 65. ജനകന്റെ പുത്രി ജാനകി, സത്യന്റെ പുത്രൻ സാത്യകി, ദ്രൗപദിയുടെ മകൻ ദ്രൗപദേയൻ, ദ്രുപദന്റെ പുത്രി ദ്രൗപദി, ദീനന്റെ ഭാവം ധൈന്യം, മുൻകൂറായി കെട്ടിവെക്കുന്ന പണം നിരത ദ്രവ്യം, മറ്റൊരാളുടെ അഭിപ്രായത്തിലുള്ള വിശ്വാസം, പരപ്രത്യയം. അപ്പൊ നമ്മൾ 71 ഒറ്റ പദങ്ങൾ ഡിസ്കസ് ചെയ്തു.
നമ്മൾ വിചാരിക്കണ പോലെ അത്ര സിമ്പിൾ അല്ല കാര്യങ്ങൾ. മീൻസ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും അധികം മലയാളം വേർഡ്സുകൾ നിങ്ങൾക്ക് വേറെ ക്ലാസ് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ കാണാറില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യുക. മാക്സിമം എഫേർട്ട് എടുത്തിട്ടാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാക്സിമം പറ്റാവുന്നിടത്തുനിന്നൊക്കെ കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് ഇത് യൂസ് ചെയ്യുക, നന്നായി പഠിക്കുക. താങ്ക് യു.